ഇവിടെ ആരായിരുന്നു താമസം? സാറിനോട് ഞാൻ പറഞ്ഞതല്ലേ ഇതിനുള്ളിൽ എന്റെ മോളാണെന്ന്. ആ കഥയൊക്കെ പൊളിഞ്ഞല്ലോ ശാരദാമേ. നിങ്ങൾ പറയുന്നത് കള്ളമാണെന്ന് ദേ ഈ മുഖത്തെഴുതി വെച്ചിട്ടുണ്ട്. പോരെങ്കിൽ തെളിവുകളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. സാറേ, പോലീസാണെന്ന് പറഞ്ഞ് തെമ്മാടിത്തരം കാണിക്കരുത്. സാറിതിന് നാളെ സമാധാനം പറയേണ്ടി വരും. അത് നാളെയല്ലേ? നിനക്കൊക്കെ ഇന്ന് നേരം പുലരണമെന്ന് ഈ വിജയം തീരുമാനിക്കും. അനങ്ങിപ്പോരുതോ? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? മാടിനെ പോലെ കിടന്ന് ചുമ്മാ നിലവിളിച്ച് ശബ്ദം ഉണ്ടാക്കരുത്. നിങ്ങളുടെ തന്നെ തൊണ്ട പൊട്ടുന്നല്ലാതെ ഇവിടെ ആരും രക്ഷിക്കാൻ വരില്ല. അനങ്ങിയ അരിഞ്ഞളയും ഞാൻ. എന്ത് അതിക്രമ നിങ്ങൾ ഈ കാണിക്കുന്നേ? കല്യാണം കഴിഞ്ഞ എന്റെ കുഞ്ഞത്. സാർ അവളെ ചോദ്യം ചെയ്യുള്ളൂ, വേറൊന്നും ചെയ്യില്ല. ഇങ്ങനെയാണോ ചോദ്യം ചെയ്യുന്നത്? ഇവിടുത്തെ പോലീസുകാരാ നിങ്ങള്? ഇവിടുത്തെ പോലീസ് ഇങ്ങനെയാ. സാറേ, സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മോളുടെ ഒരു രോമത്തിന് പോലും കേടുപാടുണ്ടാവില്ല. പറയടി. അയ്യോ അയ്യോ സാറേ, ഒന്നും ചെയ്യല്ല സാറേ. അവക്കറിയില്ല സാറേ. പറയടി അവൻ അവിടെ ഉണ്ടെന്ന്. നിങ്ങൾ പറയുന്ന ആളെ എനിക്ക് അറിയില്ല. അയാൾ എവിടെയാന്ന് എനിക്ക് അറിയില്ല. കള്ളം പറയുന്നോടി നീ. അയ്യോ അയ്യോ, ഒന്നും ചെയ്യല്ലേ അതിനെ. അനങ്ങരുതെന്നല്ലേ പറഞ്ഞേ? നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. പറയടി. പറയാൻ. എന്റെ മുടിന്ന് വിടാൻ. അയ്യോ സാറേ, ഒന്നും ചെയ്യല്ല. പറയടി. അയ്യോ സാറേ, എന്റെ കുഞ്ഞിനെ വിട് സാറേ. കേട്ടോ ശാരദാമേ, നിങ്ങൾ നിങ്ങളുടെ കള്ളത്തരം എല്ലാം അത്യന്തം അതേപടി പകർന്നു കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങളുടെ മകൾക്ക്. നിങ്ങളുടെ മകൾ ശാലിനി അടക്കമുള്ളവർക്കൊപ്പം സുസ്മിതയെയും രോഹിത്തിനെയും പഞ്ചകൈലാസത്തിലേക്ക് യാത്രയാക്കിയത് നിങ്ങൾ കൂടി ചേർന്നിട്ടാണ്. ആ രോഹിത്തിനെ നിങ്ങളുടെ മൂത്ത മകൾക്ക് ഇപ്പോൾ അറിയാൻ പാടില്ല. സാറേ, അവക്കറിയില്ല സാറേ. അഭിനയൊക്കെ അങ്ങ് നിർത്തിയേക്ക് ശാരദാമേ. നിങ്ങളുടെ കള്ളമെല്ലാം പൊളിഞ്ഞു. ഇനി മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. നിങ്ങൾ അങ്ങനെയൊന്നും സത്യം പറയില്ല എന്ന് എനിക്കറിയാം. സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി ചാകാൻ വരെ തയ്യാറാകുന്ന സ്ത്രീയല്ലേ നിങ്ങൾ? സാറേ, എനിക്കറിയില്ല സാറേ. അയ്യോ അയ്യോ മോളെ, അയ്യോ സാറേ. അയ്യോ സാറേ, ഒന്നും ചെയ്യല്ലേ സാറേ. ഇനി നിങ്ങൾ പറയും. എന്റെ കുഞ്ഞ് നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും ശാരദാമേ. അയ്യോ മോളെ. ശാരദാമേ, ഇനി കൂടുതൽ ചോദ്യവും പറച്ചിലും ഒന്നുമില്ല. നാളെ നേരം പുലരുമ്പോ രാജ്യമ്മയുടെ കുടിലിൽ 4 ശവം കിടക്കും. മഹസർ എഴുതാനും FIR ഇടാനും ഞാൻ തന്നെ വരും. തീവ്രവാദി ആക്രമണമെന്ന് എഴുതിയിട്ട് അടിയിലൊരു ഒപ്പും കൂടിയിടും. തീർന്നു. ക്ലോസ്. നിങ്ങളുടെ മകളുടെയൊക്കെ ജീവൻ രക്ഷിക്കാനുള്ള ലാസ്റ്റ് ചാൻസാ ശാരദാമേ ഇത്. സാറേ, 3 വരെ ഞാൻ എണ്ണും. അതിനിടയിൽ സത്യം പറഞ്ഞോണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺമുന്നിൽ കിടന്ന് ഇവൾ പിടഞ്ഞു ചാകും. അയ്യോ എടാ വിജയ, ഒന്നും ചെയ്യല്ലേടാ. മിണ്ടരുത്. One,
മിഠു, സാറേ നമുക്കറിയില്ല സാറേ, വീട് സാറേ ഇവിടെ. അപ്പൊ ഇവളങ്ങ് ചത്ത് തൊലയണമല്ലേ? ഇല്ല സാറേ, എന്റെ മുത്തപ്പ. അവനെ ഇങ്ങ് പിടിച്ചോണ്ട് വേടാ. ഏയ്, അനങ്ങിപ്പോകരുത്. പറഞ്ഞില്ലേ ഞാൻ, എലിയെ പുകച്ച് പുറത്ത് ചാടിക്കും പോലെ അവനെ ഞാൻ പുറത്തു കൊണ്ടുവരുമെന്ന്. വേണ്ട സാറേ, സാറേ ഒന്നും ചെയ്യില്ല സാറേ. ഇങ്ങോട്ട് വാടാ. നടക്കണം ഇങ്ങോട്ട് വാടാ. സാറേ, അയ്യോ മോനെ, മോനെ അയ്യോ ഈ കുറയൊന്നും അല്ല ഞങ്ങളുടെ പട്ടം ചുറ്റിച്ചത്. എവിടുന്നാണ് ഇവനെ കിട്ടിയത്? ഇവനെ ആ മുറിയുടെ മൂലയിൽ പായിൽ കെട്ടി വെച്ചിരിക്കുന്നു. പായിൽ പൊതിഞ്ഞു കെട്ടേണ്ട സമയമായില്ലടാ, അത് നാളെ. സാറേ ഒന്നും ചെയ്യില്ല സാറേ. ഇനി കൈകൾ രണ്ട് തലയ്ക്ക് പിന്നിൽ കെട്ടണം. അപ്പോ ആദ്യം നീ അങ്ങ് പോ. അയ്യോ സാറേ, വേണ്ട വേണ്ട സാറേ. ശാരദാമ്മ വിഷമിക്കണ്ട, ഇവന് പിന്നാലെ നിങ്ങളെ ഓരോരുത്തരെയും പറഞ്ഞു വിടുന്നുണ്ട് ഞാൻ. Just wait. പ്ലീസ്, എന്റെ ജീവനല്ലേ നിങ്ങക്ക് വേണ്ടത്? അവരെന്ത് ദ്രോഹം ചെയ്യട്ടെ, അവരെ വെറുതെ വിട്ടേക്ക്. വിട്ടേക്കാമായിരുന്നു. നിന്റെ ജീവൻ മാത്രം എടുക്കാനായിരുന്നു ബോസ് സാറിന്റെ കൽപ്പന. പക്ഷേ ഇത്രയും രഹസ്യങ്ങൾ ഇവരറിഞ്ഞുപോയ സ്ഥിതിക്ക് ഞാൻ ഇവരെ വെറുതെ വിടുന്നത് മണ്ടത്തരമല്ലേ മോനെ രോഹിത്? ഒരു തൊഴിൽ ചെയ്താൽ അത് വൃത്തിയായി ചെയ്യണമെന്ന വിജയന്റെ ഒരിത്. ചെകുത്താൻ പാറയെന്ന് താഴെ വീണിട്ടും ജീവിച്ചവനല്ലേ നീ? ആദ്യം നീ തന്നെ പോ. അയ്യോ സാറേ, ചാകുന്നെങ്കിൽ ഇങ്ങനെ ചെകുത്താന്റെ കൈകൊണ്ട് തന്നെ ചാകണം. അയ്യോ ബെസ്റ്റ് വിഷസ്. സാറേ ഒന്നും ചെയ്യില്ലേ സാറേ. പോയി നോക്കണടാ, എന്താ ശബ്ദം കേട്ടതെന്ന്. എന്താണ് അവിടെ ഒരു ശബ്ദം? ഇനി കാട്ടാനയോ മറ്റോ ആണോ? സാധ്യത കാണുന്നു. ഞാൻ പോയി നോക്കാം സാറേ. ചെല്ല്.
ഏയ്! ആരും അവരവരുടെ സ്ഥാനത്ത് നിന്ന് ചലിച്ചു പോകരുത്. ചലിച്ചാൽ ആ നിമിഷം ഇവന്റെ തല പന്നിപ്പടക്കം വെച്ചതുപോലെ തകരും. സർ, ഏയ്! ഏ? ആരാ അവിടെ? ആരടാ? ആരടാ നീ? ആരായാലും ഇവിടുന്ന് പൊക്കോ, അതാ നിനക്ക് നല്ലത്. നിനക്കിനി എന്നെ മനസ്സിലായില്ലേ വിജയ? ഭൂമിയിൽ അധർമ്മവും അനീതിയും അക്രമവും ഒക്കെ പെരുകുമ്പോ ദുഷ്ടശക്തികളെ സംഹരിക്കാൻ ഒരു അവതാരം ഉണ്ടാവാറില്ലേ വിജയ? കലിയുഗത്തിലെ വൈഷ്ണവ അവതാരം കൽക്കി. വിഷ്ണു ബ്രോ, എന്താടാ നീ പേടിച്ചു പോയാ? മറ്റുള്ളവരുടെ തലയിലേക്ക് തോക്ക് ചൂണ്ടിപ്പിടിക്കുമ്പോൾ ഉള്ള രസമില്ല, സ്വന്തം തലയിലേക്ക് അത് ചൂണ്ടിപ്പിടിക്കുമ്പോ അല്ലടാ. അല്ല, എന്നെ കൊല്ലരുത്. ഞാൻ പോലീസാ. പോലീസല്ല, മഹാരാജാവാണെങ്കിലും നിനക്ക് ജീവിക്കാനുള്ള യോഗ്യത ഇല്ല വിജയ. അശരണർക്കും രോഗികൾക്കും സ്ത്രീകൾക്കും നേരെ ആയുധം കൊടുക്കുന്നവൻ ജീവിക്കാനുള്ള അർഹത നഷ്ടപ്പെടുത്തിയവനാ. അവനോട് കരുണ കാട്ടേണ്ട കാര്യമില്ല. അപ്പൊ എങ്ങനെയാ? നാളെ നേരം പുലരുമ്പോ രാജ്യമ്മയുടെ വീട്ടിലും 3 ശവം. ഏറ്റുമുട്ടലിനെ ചെറുത്തു നിൽക്കുന്നതിനിടെ ഒരു പോലീസുകാരനും 2 തീവ്രവാദികളും മരിച്ചു. എപ്പടി കഥ അങ്ങനെയായല്ലോ വിജയ. മഹസർ എഴുതാനോ FIR എഴുതാനോ നീ വരില്ല. ചത്തു ചീഞ്ഞ നിന്റെ ശവകുടീരത്തിന് മേലെ ധീരതയ്ക്കുള്ളൊരു മെഡൽ ഇരിക്കുന്നത് കണ്ട് നിന്റെ ആത്മാവിന് അങ്ങ് ആകാശത്തിരുന്ന് അങ്ങ് സന്തോഷിക്കാം. ആ അപ്പൊ എങ്ങനെയാ കാര്യപരിപാടികൾ? അങ്ങ് പൊട്ടിച്ചേക്കട്ടാ. മാപ്പാക്കണം, ഒരബദ്ധം പറ്റിപ്പോയി. ആരാണെന്ന് പോലും അറിയാത്ത എന്റെ മുന്നിൽ കൈകൂപ്പി ജീവന് വേണ്ടി കെഞ്ചണമെങ്കിലേ അതിനൊരു കാരണമുള്ളൂ വിജയ. എന്റെ കയ്യിലെ ഈ ആയുധം. വെറുതെ വിട്ടാലും നീ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ലെന്ന് എനിക്ക് അറിയാടാ. അതുകൊണ്ട് ഞാൻ നിനക്ക് എന്തേ പാവങ്ങളെ കൊന്നു തള്ളാൻ യാതൊരു മടിയില്ലാത്ത നിനക്ക് എന്നേക്ക് ഓർമ്മിക്കാനായിട്ടൊരു സമ്മാനം തരണ്ടേ? വേണ്ടേടാ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ കൈ കൂപ്പി കെഞ്ചുന്നവരെ തല്ലുന്ന എന്റെ ഒരു ശീലമല്ല. ഇപ്പൊ എന്താ ചെയ്യാ? എനിക്കണം ഒട്ട് മാറിയില്ല. തൽക്കാലം നീ തിരിഞ്ഞു നോക്കാൻ സ്ഥലം വിട്ടോ. പിന്നതെ ആ കൂടെ വന്നവരൊന്ന് താങ്ങി പിടിച്ചോ. മനസ്സിലായല്ലോ? തോക്കല്ല, ഇതിന്നൊരു ഉണ്ടേ ആവശ്യം വരും നിനക്ക്. ഇനി സെറ്റിൽമെന്റ് കോളനിയിൽ നിന്റെയോ നിന്റെ ആൾക്കാരുടെയോ വൃത്തികെട്ട നിഴല് വീണ നിന്റെ അണ്ണാക്കിലേക്ക് തിരികെ തരും ഞാൻ. കേട്ടോ? മനസ്സിലായല്ലോ കൽക്കി? ഓണം.
മോനെ രോഹിത് ബ്രോ എനിക്ക് ഇതാണോ ശാരദാമ്മ പറഞ്ഞ വിഷ്ണു? രാജ്യമേ വിഷ്ണു അല്ല, മുഖമറിയാത്ത ആരോ ഒരാള്. അങ്ങനെ പറയാവൂ? ഇപ്പൊ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടവരോ അവരുടെ കൂട്ടാളികളോ മടങ്ങി വന്നെന്ന് വരാം. അല്ലെങ്കിൽ അവരുടെ ബോസ് സാർ വേറെ ആളുകളെ നിയോഗിച്ചേക്കാം. പക്ഷെ രാജ്യമേ, ഇവിടെ എന്താണ് നടന്നതെന്ന് അവർക്ക് ആർക്കും കൃത്യമായി പിടികിട്ടരുത്. കേട്ടല്ലോ? തീവ്രവാദികളോ മറ്റോ ആരോ ആണെന്ന് സംശയിച്ച് അവർ വഴിതെറ്റി പൊക്കോളൂ. രാജ്യമ്മയെ തോക്ക് ചൂണ്ടി ഭയപ്പെടുത്തിയ ആരോ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്ന 3 പേരെയും തട്ടിക്കൊണ്ടുപോയി. അവരെവിടെയാണുള്ളതെന്നോ എവിടേക്കാ പോയതെന്നോ രാജ്യമ്മയ്ക്ക് അറിയില്ല. അതാണ് കഥ. ശാരദാമ്മ, കാടിന് വെളിയിലെത്തിയ ശാരയും കൂട്ടി ശാരദാമ്മ തന്നെ വീട്ടിൽ പോണം. രോഹിത്തിനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. തൽക്കാലം പുറം ലോകത്തിന് മുന്നിൽ രോഹിത് മിസ്സിംഗ് ആയിട്ടിരിക്കട്ടെ. അതെ, പക്ഷേ അതെ രോഹിത്തെ, സുസ്മിതയ്ക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ തൽക്കാലം ഇതേ ഒരു വഴിയുള്ളൂ. രോഹിത് മിസ്സായ കേസില് സംശയങ്ങളുടെ മുനകളെല്ലാം ഇപ്പൊ സുസ്മിതയ്ക്ക് നേരെയാ. ഇപ്പൊ അവള് പോലീസ് കസ്റ്റഡിയിലും. നാളെ നേരം പുലർന്ന പിന്നെ നുണപരിശോധനയാ. അതിൽ അവള് തോൽക്കുമെന്ന് എനിക്ക് ഉറപ്പാ. പിന്നെ കേസ് കോടതിയിലേക്കും. ആ ഘട്ടത്തില് രോഹിത് ജീവനോടുണ്ടെന്നറിഞ്ഞ ആ കേസ് ദുർബലമാവും. ഭർത്താവിനെ സ്നേഹം നടിച്ച് സൂയിസൈഡ് പോയിന്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചവിട്ടി താഴെയിട്ട് കൊലപ്പെടുത്തിയ ഒരു ക്രിമിനലിന് കിട്ടേണ്ട ശിക്ഷ തന്നെ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കണം. ഇപ്പോഴും തന്റെ ജീവൻ എടുക്കാനായിരുന്നല്ലോ അവളുടെ ശ്രമം. അവളിനി പുറം ലോകം കാണാൻ പാടില്ല. പക്ഷേ അതിനിടയിൽ എന്റെ ജീവിതം രോഹിത്തിന് വെളിപ്പെടാൻ ഒരു സമയമുണ്ട്. അതെപ്പോഴാണെന്ന് ഞാൻ പറയാം. സുസ്മിത കുറെ നാള് നിയമത്തിന്റെ കണ്ണു കെട്ടിയതല്ലേ? അതേ നാണയത്തിൽ നമ്മൾ തിരിച്ചടിക്കുന്നു. അത്രയേ ഉള്ളൂ. എനിക്ക് എന്റെ അമ്മയൊന്ന് കാണണം. അതിനുവേണ്ടിയാ ഞാൻ ഇത്രയും നാൾ ജീവിച്ചത് തന്നെ. ഇവിടെ നിന്ന് പുറത്തിറങ്ങി നമ്മൾ ആദ്യം പോകുന്നത് രോഹിത്തിന്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെയാണ്. രോഹിത് മടങ്ങിയെത്തിയ വിവരം മറ്റാരും അറിയാൻ പാടില്ല. അക്കാര്യത്തിൽ എനിക്ക് വാക്ക് തരണം. അപ്പൊ നമ്മൾ പുറപ്പെടല്ലേ? മോനെ, ഈ കാട്ടിലൂടെ അതും ഈ സമയത്ത് വിജയനെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് വനത്തിൽ അപകടങ്ങൾ പതിയിരിപ്പുണ്ടെന്ന് അറിയാൻ രാജ്യമേ. അതിനേക്കാൾ വലിയ അപകടമാ ഇവിടെ നിന്നാ. പോയേ പറ്റൂ. രാജ്യമേ, നിങ്ങൾ ചെയ്തുന്ന ഉപകാരങ്ങൾക്ക് എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. എന്റെ 2 മക്കളുടെ ജീവിതം നിങ്ങൾ രക്ഷിച്ചത്. ഒരാളുടെ കണ്ണിന് വെളിച്ചം കൊടുത്തപ്പോ മറ്റൊരാളുടെ ജീവിതത്തിന് വിളക്കായി. രോഹിത്തിന്റെ പ്രാണൻ ഇത്രയും നാളും കാത്തുവെച്ചതിന് ഒരമ്മയുടെ മാത്രമല്ല, എന്റെ ഈ പ്രാർത്ഥന എന്നും നിങ്ങളുടെ തുണയായിട്ടുണ്ടാവും. തെറ്റ് ചെയ്ത സുസ്മിത ശിക്ഷിക്കപ്പെടണം രാജ്യമേ. എന്റെ വിഷ്ണുമോന് ശാലിനി ശരിയാന്ന് എല്ലാരും തിരിച്ചറിയണം. അതിന് നിമിത്തമായത് നിങ്ങളാ. നാട്ടിലെ ശാരദാമ്മയെ പോലെ ഈ വനത്തില് ഒരു രാജ്യമ്മ. കുറച്ചു നാളത്തെ അടുപ്പമേ ഉള്ളെങ്കിലും നിങ്ങൾ എനിക്ക് ഒരു സഹോദരിയെ പോലെയാ ശാരദാമ്മേ. ഈ നല്ല മനസ്സ് ഹൃദയം കൊണ്ട് തൊട്ടറിയുന്നുണ്ട് ഞാൻ. നിങ്ങളെ പിരിയാൻ എനിക്കും വിഷമമുണ്ട്.
വല്ലപ്പോഴൊക്കെ ഈ വഴി വരണം. വേറെ ആരും ഇല്ലാത്തവളാ ഞാൻ. അയ്യോ രാജമ്മേ, വരാം രാജമ്മേ. മോനെ രാജ്യമേ